And it was on one side millions of Indian people saying that we want our tradition, we believe in our language, we believe in our culture, we believe in our history, and we will define our future. ഒരു ഭാഗത്ത് ഈ പോരാട്ടത്തിൽ ഒരു ഭാഗത്തുള്ള ആളുകൾ പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരമ്പര്യം വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ചരിത്രം വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഷ വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ സംസ്കാരം വേണം, ഞങ്ങളുടെ ഭാവി എന്തെന്ന് ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ അതിനെ നിർവചിക്കും എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് നിന്ന് പോരാട്ടം നടത്തിയത്. And on the other side, the Prime Minister and Mr. Amit Shah, who said no, if we want the people of Kerala to speak Hindi, then the people of Kerala will speak Hindi. If we want the Tamils to not to speak Tamil, then the people of Tamil Nadu will not speak Tamil. നിങ്ങൾക്കറിയാമോ, മറുവശത്ത് ഈ പോരാട്ടത്തിന്റെ മറുവശത്ത് ആരാണ് ഉണ്ടായിരുന്നത്? പ്രധാനമന്ത്രി അമിത് ഷാ. അവരെന്താണ് പറഞ്ഞത്? കേരളത്തിലെ ജനങ്ങൾ ഹിന്ദി സംസാരിക്കണമെന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അവർ ഹിന്ദി സംസാരിക്കും. തമിഴ്നാട്ടിലെ ജനങ്ങൾ തമിഴ് സംസാരിക്കേണ്ട എന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അവർ തമിഴ് സംസാരിക്കില്ല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അമിത് ഷായുമാണ് ഈ പോരാട്ടത്തിന്റെ മറുഭാഗത്തുണ്ടായിരുന്നത്. If we want Onam to be celebrated, then only Onam will be celebrated. ഞങ്ങൾ ഇവിടെ ഓണം ആഘോഷിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രമാണ് മലയാളി ഓണം ആഘോഷിക്കാൻ പോവുക എന്നാണ് പ്രധാനമന്ത്രി. And we will decide whether Kathakali is danced in Kerala or some other dance. കേരളത്തിൽ കഥകളി എന്ന നൃത്തരൂപം വേണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും, അതോ മറ്റേതെങ്കിലും രൂപം വേണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നാണ് അവർ ചിന്തിച്ചതും പറഞ്ഞതും. And the beautiful thing is that they had a fundamental misunderstanding. അതിലേറ്റവും മനോഹരമായ കാര്യം എന്ന് പറയുന്നത് അവർക്ക് അടിസ്ഥാനപരമായ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. They thought that just because they have political power, just because they have ED, they have CBI, they have the income tax department, they can dictate to the people of India what is going to happen. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണ എന്തായിരുന്നറിയോ? അവരുടെ കയ്യിൽ രാഷ്ട്രീയ അധികാരം ഉണ്ടായിരുന്നതുകൊണ്ട്, ED ഉണ്ടായിരുന്നതുകൊണ്ട്, CBI ഉണ്ടായിരുന്നതുകൊണ്ട്, ഇൻകം ടാക്സ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ എന്ത് തീരുമാനിക്കണം, എന്ത് ചെയ്യണം എന്ന് തങ്ങൾക്ക് നിർദ്ദേശിക്കാം, ആജ്ഞാപിക്കാം എന്ന് അവർ കരുതിയതാണ് അവരുടെ അടിസ്ഥാനപരമായ തെറ്റിദ്ധാരണ. And the people of Kerala, the people of Uttar Pradesh, they showed the Prime Minister, people of all other states showed the Prime Minister that you cannot dictate to the people of India what we want. കേരളത്തിലെ ജനങ്ങൾ, ഉത്തർപ്രദേശിലെ ജനങ്ങൾ, ഇന്ത്യ മുഴുവനുള്ള ജനങ്ങൾ പ്രധാനമന്ത്രിക്ക് കാണിച്ചു കൊടുത്തു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്, ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് ഞങ്ങളോട് ആജ്ഞാപിക്കാൻ സാധിക്കില്ല എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ കാണിച്ചു കൊടുത്തു. And the people of India also told them that the Constitution is our voice. Do not touch the Constitution. അത് മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, ഈ ഭരണഘടന ഞങ്ങളുടെ ശബ്ദമാണ്, അതിനെ തൊട്ട് കളിക്കരുതെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഇന്ത്യയിലെ ജനങ്ങൾ പറഞ്ഞു.